നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള ബജറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ വൈറ്റ് ഹൗസിലെത്തിക്കുമെന്നാണ് ചിലരൊക്കെ പറഞ്ഞു വരുത്തുന്നത്. ഒരു സംസ്ഥാന ബജറ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ രൂക്ഷമായി വിമർശിക്കുന്നു. അനധികൃത കുടിയേറ്റ വിഷയത്തിലാണ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം കേരള ബജറ്റിൽ ഉയർന്നത്. ഗസ മുനമ്പിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ട്രംപിന്റെ നയങ്ങളെ എതിർക്കുമെന്നും ബജറ്റിൽ തുറന്നു പറയുന്നു. ചുരുക്കത്തിൽ കേരള ബജറ്റ് ട്രംപിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ ബജറ്റ് പൂർണ്ണമായും തള്ളിപ്പറയുന്നു. കേരള സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന വരവ് ചിലവ് കണക്കുകൾ പ്രതിപാദിക്കുന്ന ബജറ്റിൽ എന്തിനാണ് ട്രംപിനെ ഇങ്ങനെ മുച്ചൂടും ചീത്ത പറയുന്നത്? ബജറ്റ് പ്രസംഗം കേട്ട കേരളം തലയിൽ കൈവച്ചു. ഡൊണാൾഡ് ട്രംപും കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റും തമ്മിൽ എന്തു ബന്ധം? ഗസ മുനമ്പിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെതിരെ കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്ക നിലപാടെടുത്തതിൽ എന്തിനാണ് ഇവിടുത്തെ ഭരണകൂടം ഇത്രയധികം രോഷം കൊള്ളുന്നത്? എന്നാൽ മറുവശത്ത് മറ്റൊരു പ്രതിപാദ്യ വിഷയമുണ്ട്. കേരളത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റത്തെ ഗൗരവത്തോടെ കാണണമെന്നാണ് ബജറ്റിൽ പറയുന്നത്. എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് കാണരുത്. പ്രവാസം നഷ്ടക്കച്ചവടമാകുന്ന സ്ഥിതിയുണ്ട്. വിദേശ സാഹചര്യം നോക്കാതെയുള്ള കുടിയേറ്റം വർദ്ധിക്കുന്നുവെന്നാണ് ബജറ്റ് പറയുന്നത്. ഇതൊന്നും തമ്മിൽ അങ്ങ് പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതേസമയം ബജറ്റിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു 2024 കേരളത്തിലേക്ക് 21% സംഭാവനകളും അയച്ചത് പ്രവാസികളാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമായി തുടരുന്നതിൽ പ്രവാസികൾ തന്നെയാണ് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഒരു സംസ്ഥാനത്തിലേക്ക് ഏറ്റവും അധികം പണം അയച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളാണ് എന്നും ബജറ്റ് തുറന്നു പറയുന്നു. ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്ത് കാലിലും കയ്യിലുമൊക്കെ വിലങ്ങിട്ട് അമൃത്സർ വിമാനത്താവളത്തിലേക്ക് അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തിച്ചത് വലിയ വിമർശനങ്ങൾക്കിടവരുത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളെയാണ് ബജറ്റ് എതിർക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലേക്ക് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും കേരള ബജറ്റിലില്ല. അങ്ങ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് എന്തിനാണ് ബജറ്റ് ഇത്ര കണ്ട് മൂങ്ങുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ്. മുമ്പ് CPM-ഉം ഇടതുപക്ഷവുമൊക്കെ പലസ്തീനികൾക്കു വേണ്ടി എന്ന പേരിൽ ഹമാസിനു വേണ്ടി ചില നിലവിളികൾ നടത്തിയിരുന്നു. ഗസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇവിടെ പ്രമേയം വരെ പാസാക്കി. വോട്ട് ബാങ്ക് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഇത്തരം ചെപ്പടി വിദ്യകൾ അവർ കാട്ടിക്കൂട്ടുന്നതും. വേറെ കാര്യമായി ഒന്നും ഇല്ലാത്ത ഒരു ബജറ്റ് തന്നെയാണ് ഇക്കുറി അവതരിപ്പിച്ചത്. പതിവ് പോലെ കേന്ദ്രത്തെ മുച്ചൂടും ചീത്ത പറയുന്നു. കടമെടുക്കാനുള്ള അനുമതിയൊക്കെ കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കേരളം ഇത്രയധികം പരിതാപകരമായ അവസ്ഥയിലേക്ക് പതിക്കാനുള്ള കാരണമെന്നും ബജറ്റിലൂടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ഇത്രയധികം ബുദ്ധിമുട്ടിലൂടെ കേരള സംസ്ഥാനം കടന്നുപോകുമ്പോഴും സർക്കാർ ജീവനക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുക്കാൻ ധനമന്ത്രി ശ്രമിക്കുന്നു. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ പരമാവധി പിന്തുണ വേണം. സാധാരണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ ജീവനക്കാർ തന്നെയാണ് വോട്ടുകൾ ശേഖരിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതും സാധാരണ ജനങ്ങളെയൊക്കെ തടുത്തുകൂട്ടി പരമാവധി വോട്ടുകൾ ശേഖരിക്കുന്നതും. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങളാണ് ഒരു വശത്ത് ബജറ്റ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി 9ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു മഹത്തായ കണ്ടുപിടുത്തവും ധനമന്ത്രി നടത്തി. സംസ്ഥാനം ധനഞെരുക്കത്തെ അതിജീവിച്ചുവെന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ധനഞെരുക്കത്തെ അതിജീവിച്ചുവെങ്കിൽ എന്തിനാണ് കേന്ദ്രം ഏർപ്പെടുത്തിയ കടമെടുക്കൽ നിയന്ത്രണത്തെ ഇത്രയധികം കുറ്റം പറയുന്നത്? കിഫ്ബിയുടെ കടമെടുപ്പും പൊതുകടത്തിലേക്ക് കേന്ദ്രം ചേർക്കുന്നുവെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു 1900 കോടി ഈ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്ക് നൽകും. ഇത്രയധികം പണമുണ്ടായിരുന്നുവെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ എത്രമാത്രം കണ്ണീര് തുടച്ചു മാറ്റാമായിരുന്നു ഈ സർക്കാരിന്. ഈ 1900 കോടി രൂപ വയനാട്ടിലെ ദുരിതാശ്വാസ പാക്കേജായി അനുവദിച്ചിരുന്നുവെങ്കിൽ അവിടേക്ക് ആകെ ബജറ്റിൽ കൊള്ളിച്ചിരിക്കുന്നത് വെറും 750 കോടി. എന്നിട്ടൊരു പ്രയോഗമുണ്ട്, കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിൽ അതും അനുവദിക്കുമെന്ന്. സർക്കാർ ജീവനക്കാർക്ക് വേറെയുമുണ്ട് ഒട്ടനവധി ആനുകൂല്യങ്ങൾ. സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 600 കോടി ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും. നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്കും കുടിശ്ശിക വരാനുമൊക്കെ കാരണമെന്ന് ഈ ബജറ്റിൽ പറയുന്നു. സർക്കാരിനോട് ജീവനക്കാർ സഹകരിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശം സംരക്ഷിക്കുമെന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത
ഇല്ലാത്ത ഒരു ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അങ്ങ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ചിലർ പറയും ഒരു പഞ്ചായത്ത് ബജറ്റ് പോലെയൊക്കെ തോന്നുന്നുവെന്ന്. 2 കോടിയുടെ വാഗ്ദാനവും 5 കോടിയുടെ വാഗ്ദാനവുമൊക്കെയാണ് ബജറ്റിൽ ഏറിയകൂറുമുള്ളത്. ചെറിയ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമൊക്കെ അനുവദിക്കുന്ന തുക, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് ബജറ്റ് പ്രഖ്യാപനങ്ങളാക്കുന്നു. ഭരണം അവസാനിച്ച് 2026 ഈ ഭരണകൂടം ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിലുകളെക്കുറിച്ചുള്ള ചിന്ത. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് പണം നീക്കിവെച്ചു എന്നത് എല്ലാവർക്കും മനസ്സിലാകും, വെറും കൺകെട്ട് വിദ്യയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇനിയുമുണ്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് 2% പലിശ ഇളവ്. അതിനൂടെ തന്നെ 50 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കും. ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ പിഴിഞ്ഞ് പരമാവധി നികുതി ഈടാക്കി ആ പണമൊക്കെ സർക്കാർ ജീവനക്കാർക്ക് വീതം വെച്ചു കൊടുക്കുക എന്ന സ്ഥിരം ശൈലി തന്നെയാണ് ഇപ്പോഴും ഈ ബജറ്റിലൂടെ തുടരുന്നത്. ലൈഫ് മിഷന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് 1160 കോടി മാത്രം. ആരോഗ്യമേഖലയ്ക്ക് അനുവദിച്ച 10,341 കോടി. ആ പണം കാലാകാലങ്ങളായി അനുവദിച്ചു വരുന്നത് തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. പഴയ KM മാണി എന്ന ദീർഘദർശിയായ മന്ത്രി തുടക്കമിട്ട കാരുണ്യ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് 700 കോടി. അതും ഒരു ടോക്കൺ എമൗണ്ട് എന്ന് പറയേണ്ടി വരും. റോഡുകൾക്കും പാലങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 4219 കോടി. കേരളത്തിൽ GPU ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിന് സ്റ്റാർട്ടപ്പ് മിഷന് 10 കോടി. ധനകാര്യമന്ത്രിയുടെ കൊല്ലം ജില്ലയിൽ IT പാർക്ക് തുടങ്ങുമെന്ന പ്രഖ്യാപനം. ഒപ്പം കൊട്ടാരക്കരയിൽ പുതിയ IT പാർക്ക്. പത്രക്കാരെ കയ്യിലെടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ മാധ്യമ അവാർഡുകളുടെ തുകയൊക്കെ കൂട്ടി. ഇത് കണ്ട് പത്രക്കാരൊക്കെ ഒന്ന് സന്തോഷിച്ചിരുന്നുവെങ്കിൽ. ഹൈഡ്രജൻ ഉൽപാദന പദ്ധതി, എഥനോൾ ഉൽപാദന സാധ്യത, കൊച്ചി സുസ്ഥിര നഗരഭൂമി എന്നൊക്കെ ഓരോ ഹെഡ് കൊടുത്ത് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ ബജറ്റ് പ്രഖ്യാപനമല്ല. കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി. നമ്മുടെ യജമാനന്മാർക്കും നേതാക്കന്മാർക്കുമൊക്കെ വീശിയടിക്കണമല്ലോ, അതുകൊണ്ട് ചുമ്മാ കിടക്കട്ടെ 100 കോടി. ഇനി KSRTCക്കുമുണ്ട് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 100 കോടി. അതിൻ്റെ കമ്മീഷൻ ഇനത്തിൽ കിട്ടുന്നത് ആരുടെ പോക്കറ്റിൽ വീഴുമോ ആവോ. നെൽകൃഷി വികസനത്തിന് മാറ്റിവെച്ചതാവട്ടെ വെറും 150 കോടി മാത്രം. നാളികേര വികസനത്തിന് വെറും 73. കർഷകരുടെ പോക്കറ്റിൽ ഒന്നും വീഴണ്ട, പകരമെല്ലാം സർക്കാർ ജീവനക്കാരുടെ പോക്കറ്റിൽ ചെന്ന് വീഴട്ടെ. സാധാരണക്കാരെ നമുക്ക് ട്രംപിൻ്റെ പേരൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാമല്ലോ. മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾക്ക് വെറും 77.99 കോടി. മൃഗസംരക്ഷണ മേഖലയ്ക്ക് വെറും 317.9 കോടി. കണ്ണൂർ ധർമ്മടം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. അവിടെ മണ്ഡലത്തിൽ ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ് 130 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ പണമൊന്നും ഇപ്പോൾ കൊടുക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ വീട് നവീകരിക്കാൻ വെറും 10 കോടി. വന്യജീവി ആക്രമണം കുറയ്ക്കാൻ വനസംരക്ഷണ പദ്ധതിക്ക് 75 കോടി. ഇതിൽ പരം എന്ത് അപമാനമാണ് കർഷകരുടെ ഈ സർക്കാർ കാട്ടാൻ. ഏറ്റവും അധികം കേരളം കെടുതി നേരിടുന്നത് വന്യമൃഗ ആക്രമണങ്ങളിലാണ്. അതിനെ ഫലപ്രദമായി തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വവും. പക്ഷെ ബജറ്റിലുള്ളത് വെറും 75 കോടി. പിന്നീടുള്ളത് 5 കോടിയുടെയും 2 കോടിയുടേതുമൊക്കെ കുറെ കണക്കുകൾ. വലിയ കാര്യമൊന്നുമില്ലാത്ത ബജറ്റ്. കുടുംബശ്രീ മിഷന് ഒരു 270 കോടി കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിന് വെറും 85 കോടി. ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരദേശ സംരക്ഷണം എന്നീ പ്രവർത്തനങ്ങൾക്ക് 610 കോടി. ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ പോലെ സ്വപ്ന പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല KN ബാലഗോപാൽ. ഐസക് പണ്ട് കടമെടുക്കുന്ന രീതിയൊക്കെ കണ്ട് നമ്മൾ അമ്പലിരുന്നിട്ടുണ്ടല്ലോ. എന്നാൽ ബാലഗോപാലിനും ഒരു സ്വപ്നമുണ്ട്. കേരളത്തിൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചുറ്റുപാടുള്ള വീടുകൾ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ വാടകയ്ക്കെടുത്ത് ഹൗസ് എന്ന പേരിൽ ഹോം സ്റ്റേ പദ്ധതി പ്രഖ്യാപിക്കുക. കേരളത്തിലെ ഹോട്ടലുകാരൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മുടിഞ്ഞു പോകുമല്ലോ. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും അതുവഴി ഉടമസ്ഥർക്ക് വരുമാനം നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണത്രേ ഹോംസ്. 5 കോടി രൂപ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് ആർക്ക് കിട്ടും, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല ബജറ്റിൽ. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പരീക്ഷാടിസ്ഥാനത്തിൽ ആദ്യം പദ്ധതി പ്രയോഗിക്കുക. പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തുടനീളം അത് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഭവനക്ഷാമം ഇക്കുറി പരിഹരിക്കുമത്രേ. അതിനായി 1160 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതിക്ക്. എന്നാൽ ജനങ്ങളെയൊക്കെ കൊള്ളയടിക്കുന്ന മറുപുറമുണ്ട് ഈ ബജറ്റിന്. ഭൂനികുതിയിൽ 50% വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
എല്ലാ സ്ലാബുകളിലും ഈ വർധന ബാധകവും. ഭൂനികുതി വർധനവിലൂടെ 100 കോടി രൂപ സംഘടിപ്പിക്കാമെന്ന് ബജറ്റ് വിഭാവനം ചെയ്യുന്നു. സാധാരണഗതിയിൽ ഉള്ളവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് ഇല്ലാത്തവന് കൊടുക്കുകയാണ് ഓരോ ബജറ്റിലൂടെയും വിഭാവനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ. ഇവിടെ നേരെ തിരിച്ചാണ്. എല്ലാമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാധാരണ ജനങ്ങളിൽ നിന്ന് പിടിച്ച് കൊള്ളയടിച്ച് പരമാവധി തുക സംഭരിച്ച് അങ്ങ് വിതരണം ചെയ്യുക. സർക്കാർ ജീവനക്കാരൊക്കെ വീണ്ടും തടിച്ചു കൊഴുക്കട്ടെ. ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ഇനി നികുതി കൂടും. മധ്യവർഗ സാധാരണ ജനങ്ങൾ തുലയട്ടെ എന്നതാണ് ഈ ബജറ്റിൽ വിഭാവനം ചെയ്യുന്ന മറ്റൊരു കാര്യം. നവകേരള സദസ്സിന്റെ പദ്ധതി പൂർത്തീകരണത്തിന് 500 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമത്തിനും കൂടുതൽ തുക വകകൊള്ളിച്ചു. തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ. യൂസഫ് അലിയും രവി പിള്ളയും തുടങ്ങി എല്ലാ വിശുദ്ധ നേതാക്കളുമുള്ള സ്ഥലമല്ലേ നോർക്ക. നോർക്കയ്ക്കും ഇരിക്കട്ടെ ഒരു 101 കോടി. ഇഷ്ടം പോലെ സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ സൃഷ്ടിക്കുമെന്ന് ബജറ്റ് പറയുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കും പ്രധാന ദിവ്യന്മാർക്കുമൊക്കെ വേണ്ടത്ര പരിഗണന വേണമല്ലോ. സാമ്പത്തികമായി നമ്മൾ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന ബാലഗോപാലിന്റെ തള്ള്, അതൊക്കെ ജനങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയേണ്ടി വരും. എന്തായാലും സംഗതി കുശാൽ. ഇതുപോലൊരു ബജറ്റ് ഒന്നുമില്ല എന്ന് പറയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.